ബന്ധുനിയമന വിവാദം സിപിഎമ്മിന് വീണ്ടും അഴിയാക്കുരുക്കായി മാറുന്നു. ഇ.പി. ജയരാജന്റെയും കെ.ടി. ജലീലിന്റെയും ബന്ധുനിയമനത്തിന് പിന്നാലെ സിപിഎം നേതാവ് കോലിയക്കോട് കൃഷ്ണൻ നായരുടെ സഹോദരന്റെ മകനെ ഇൻഫർമേഷൻ കേരള മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിലേക്ക് നിയമിച്ചതിനെതിരെ പാർട്ടി എം.എൽ.എ ആയ ജെയിംസ് മാത്യു രംഗത്തെത്തി. കോലിയക്കോടിന്റെ സഹോദരപുത്രൻ ഡി.എസ്. നീലകണ്ഠനെ അനധികൃതമായി നിയമിച്ചതിനെതിരെ തളിപ്പറമ്പ് എം.എൽ.എ ജെയിംസ് മാത്യു മന്ത്രി എ.സി. മൊയ്തീന് സ്വന്തം ലെറ്റർ പാഡിൽ കത്ത് നൽകിയിരുന്നു. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് ആണ് ഈ കത്തിന്റെ പകർപ്പുമായി ഇന്ന് രംഗത്തെത്തിയത്. ഡി.എസ്. നീലകണ്ഠനെ അനധികൃതമായാണ് ഐ.കെ.എമ്മിൽ നിയമിച്ചതെന്നും ഈ നിയമനം മറയാക്കിയാണ് ബന്ധുനിയമന വിവാദത്തിൽ ആരോപണം നേരിടുന്ന കെ.ടി. ജലീൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ഭീഷണിപ്പെടുത്തിയതെന്നും യൂത്ത് ലീഗ് കഴിഞ്ഞയാഴ്ച ആരോപിച്ചിരുന്നു. ഡി.എസ്. നീലകണ്ഠന്റെ വഴിവിട്ട നിയമനത്തെക്കുറിച്ച് കെ.ടി. ജലീലിനറിയാം. അത് ചൂണ്ടിക്കാട്ടി സർക്കാരിനെയും സിപിഎം നേതൃത്വത്തെയും ജലീൽ ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ടാണ് ബന്ധുനിയമന വിവാദത്തിൽ ജലീലിനെതിരെ നടപടിയെടുക്കാൻ ഭയക്കുന്നതെന്നായിരുന്നു യൂത്ത് ലീഗിന്റെ ആരോപണം. ഇത് സംബന്ധിച്ച തെളിവും യൂത്ത് ലീഗ് പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ ഡിസംബർ 12-നായിരുന്നു ഐ.കെ.എമ്മിൽ നടന്നത് അനധികൃത നിയമനമാണെന്നും തെറ്റായ രീതിയിൽ ഇൻക്രിമെന്റ് അടക്കം വൻതുക നൽകി ഡി.എസ്. നീലകണ്ഠനെ ദീർഘകാലത്തേക്ക് നിയമിച്ചുവെന്നും ഇത് മാനേജ്മെന്റിന്റെ തെറ്റായ നടപടിയാണെന്നും ചൂണ്ടിക്കാട്ടി ജെയിംസ് മാത്യു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ.സി. മൊയ്തീന് കത്ത് നൽകിയത്. എം.എൽ.എ കത്ത് നൽകിയിട്ടും ഡി.എസ്. നീലകണ്ഠനെ പുറത്താക്കാത്തത് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായുള്ള അടുപ്പം കൊണ്ടാണ്. അല്ലെങ്കിൽ എം.എൽ.എയെ തള്ളിപ്പറയാൻ എ.സി. മൊയ്തീനും കോടിയേരി ബാലകൃഷ്ണനും തയ്യാറാവണം. അല്ലെങ്കിൽ വ്യാജ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ എനിക്കെതിരെ മാനനഷ്ട കേസെടുക്കണമെന്നും പി.കെ. ഫിറോസ് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിൽ നിയമിക്കുന്നതിന് മന്ത്രിസഭ അംഗീകരിച്ച റിപ്പോർട്ടുണ്ട്. പക്ഷേ അതൊന്നും പാലിക്കാതെ നിയമനം നടത്തിയെന്നും 1 ലക്ഷം രൂപ ശമ്പളവും 10% ഇൻക്രിമെന്റ് അടക്കം വൻതുക ഡി.എസ്. നീലകണ്ഠൻ കൈപ്പറ്റിയെന്നുമാണ് ജെയിംസ് മാത്യു മന്ത്രിക്ക് നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. 5 വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന ഡി.എസ്. നീലകണ്ഠന്റെ നിയമനം സംബന്ധിച്ചും വേതന വർധനവ് വരുത്തിയതും സംബന്ധിച്ചും വ്യക്തത നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് നൽകിയാണ് ഫിറോസ് വിഷയത്തിന്റെ മൂർച്ച കൂട്ടിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.